ഇന്ന് ഒരു മത്തിപ്പൊടി ഉണ്ടാക്കാം. 5-10 മത്തിയെടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത ശേഷം അതിൻ്റെ മുള്ളു മാറ്റി ഇതുപോലെ പൊടിച്ചെടുക്കാം. ഈ പൊടിയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 10-15 ചെറിയ ചുവന്നുള്ളിയും ഒരു ചെറുമുറി തേങ്ങയും ഇട്ട് ഒന്ന് നല്ലതുപോലെ തിരുമ്മിയെടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 5-6 ചെറിയ ചുവന്നുള്ളി മുറിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതും മൂത്ത് വരുമ്പോൾ അതിലേക്ക് 3-4 വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ ചേർത്ത് വെച്ച മീൻ പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് പകുതി പുളിനാരങ്ങ പിഴിഞ്ഞതും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി ഇങ്ങനെ ഡ്രൈ ആവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല സ്വാദാണ്. ഒന്ന് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ.